ഇപ്പോൾ സന്തോഷ് കൂടി ചേരുന്നുണ്ട്. സന്തോഷ്, കൽപ്പറ്റയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ആ മേഖലയിലാണ് നിൽക്കുന്നത്. സന്തോഷ്, ഗുഡ് മോർണിംഗ്. പ്രധാനമന്ത്രി വരുന്ന സ്ഥലമാണ് അത്. അവിടെ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്? അദ്ദേഹം ഹെലികോപ്റ്ററിൽ എത്തുമ്പോൾ അവിടെ ഇറങ്ങുമ്പോൾ ഉള്ള നടപടികളും സംവിധാനങ്ങളും മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങളും ഒക്കെ എങ്ങനെയാണ്? പ്രിയ, ഇന്നലെ ഉച്ചക്ക് മുതൽക്ക് തന്നെ കൽപ്പറ്റയും അതോടൊപ്പം തന്നെ ഈ ദുരന്ത ബാധിത മേഖലകളായിട്ടുള്ള ചൂരൽമലയും മുണ്ടക്കയും എല്ലാം തന്നെ പഴുതടച്ച സുരക്ഷാ ബന്ദോബസ്തിലാണുള്ളത്. SPG പൂർണ്ണമായും ഈ സുരക്ഷാ ക്രമീകരണങ്ങൾ അല്ലെങ്കിൽ ഇവിടെയുള്ള സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരുന്നു. അവിടേക്ക് ഈ പറയുന്ന പ്രധാനമന്ത്രി സന്ദർശനം നടത്തുന്ന പ്രദേശങ്ങളിലേക്ക് ആളുകളെ അനുവദിക്കുന്നില്ല. അതോടൊപ്പം തന്നെ രാവിലെ 10 മണി മുതൽ കൽപ്പറ്റ നഗരത്തിൽ ഉൾപ്പെടെ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ ഹെലികോപ്റ്റർ ഇറങ്ങുന്ന ഈ സ്ഥലത്തും അതോടൊപ്പം തന്നെ ഇവിടെ നിന്ന് ചൂരൽമലയിലേക്കുള്ള റോഡിലും മറ്റ് വാഹനങ്ങളെ അനുവദിക്കാതെ വാഹനങ്ങൾ വഴിതിരിച്ച് വിടുകയാണ് ചെയ്യുക. 11:10 കൂടിയായിരിക്കും പ്രധാനമന്ത്രി കണ്ണൂർ വിമാനത്താവളത്തിൽ എയർഫോഴ്സിൻ്റെ A1 വിമാനത്തിൽ കണ്ണൂർ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത്. അവിടെ നിന്ന് 11:15 പ്രത്യേക ഹെലികോപ്റ്ററിൽ കൽപ്പറ്റയിലേക്ക് തിരിക്കും. ഏറ്റവും ആദ്യം പ്രധാനമായും ഈ ഒരു ദുരന്തബാധിത മേഖലകളിൽ ഹെലികോപ്റ്ററിലുള്ള നിരീക്ഷണമാണ് പ്രധാനമന്ത്രി നടത്തുന്നത്. പ്രധാനമന്ത്രി അതീവ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള MI-17 ഹെലികോപ്റ്ററിലാണ് പ്രധാനമന്ത്രി ഈ ദുരന്ത ബാധിത മേഖലകൾ സന്ദർശിക്കുക. അതിനുശേഷം ഇപ്പോൾ കൽപ്പറ്റ SJM സ്കൂളിലെ ഹെലിപാഡ്, ഇവിടെ പ്രത്യേകം ഹെലിപാഡ് തയ്യാറാക്കിയിട്ടുണ്ട്. ആ ഹെലിപാഡിലാണ് പ്രധാനമന്ത്രി ഹെലികോപ്റ്റർ ഇറങ്ങുന്നത്. ഇവിടെ വലിയ രീതിയിലുള്ള സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെയാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ഹെലിപാഡിൻ്റെ ഏറ്റവും താൽക്കാലികമായി തയ്യാറാക്കുന്ന ഹെലിപാഡിൻ്റെ ഏറ്റവും അവസാനമായിട്ടുള്ള അറ്റകുറ്റപ്പണികളും എല്ലാം തന്നെ നടക്കുന്നുണ്ട്. അവിടെയും വലിയ സുരക്ഷാ ബന്ദോബസ്താണ് ഒരുക്കിയിട്ടുള്ളത്. ഈ പ്രധാനമന്ത്രി കണ്ണൂരിൽ വിമാനം ഇറങ്ങുന്ന സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രിയെ വിമാനത്താവളത്തിൽ സ്വീകരിക്കാനുണ്ടാകും. അതോടൊപ്പം തന്നെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടാകും. മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്കൊപ്പം തന്നെ വയനാട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ ദുരന്ത ബാധിത മേഖലകളിൽ സന്ദർശനം നടത്തുമ്പോഴും അതോടൊപ്പം തന്നെ അതിനുശേഷം വൈകുന്നേരം ഉന്നതതല യോഗം ചേരുന്നുണ്ട് 3 മണിക്ക്. അതിലും മുഖ്യമന്ത്രി പങ്കെടുക്കും. പ്രധാനമായും പ്രധാനമന്ത്രിയുടെ വയനാട്ടിലെ സന്ദർശന പരിപാടികൾ ഇപ്പോൾ ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യം ഇവിടെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും ഹെലികോപ്റ്ററിലേക്ക് MI-17 ഹെലികോപ്റ്ററിലേക്ക് വയനാട്ടിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി ഈ ദുരന്ത ബാധിത മേഖലകളിൽ ഹെലികോപ്റ്ററിൽ വ്യോമ നിരീക്ഷണം നടത്തുകയാണ് ചെയ്യുക. ചൂരൽമല, അതോടൊപ്പം തന്നെ പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യോമ നിരീക്ഷണം നടത്തിയതിന് ശേഷമായിരിക്കും കൽപ്പറ്റയിലേക്ക് വരുന്നത്. പിന്നീട് ഇവിടെ നിന്ന് റോഡ് മാർഗം ചൂരൽമലയിലെ പ്രത്യേകം തയ്യാറാക്കിയ ബെയിലി പാലം സന്ദർശിക്കുന്നതിനായി പ്രധാനമന്ത്രി പോകും. അവിടെ ഈ സുരക്ഷ ഒരുക്കുന്ന ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥരുമായെല്ലാം കൂടിക്കാഴ്ച നടത്തും. പിന്നാലെ ഈ പ്രധാനമന്ത്രി ഇവിടെയുള്ള ദുരിതാശ്വാസ ക്യാമ്പിൽ കഴിയുന്നവരെയും ആശുപത്രിയിൽ മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിൽ കഴിയുന്നവരെയും സന്ദർശിക്കും. അതിനുശേഷമാണ് ഈ കൽപ്പറ്റയിലെ കലക്ടറേറ്റിൽ പ്രത്യേക തരത്തിലുള്ള ഉന്നതതല യോഗം ചേരുന്നത്. സുരക്ഷാ ഉദ്യോഗസ്ഥരും അതോടൊപ്പം തന്നെ മന്ത്രിതല ഉപസമിതിയും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഈ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും. ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേരളം മുന്നോട്ട് വെക്കുന്ന ഒരു ആവശ്യം അടിയന്തര പുനർനിർമ്മാണത്തിനായി 2000 കോടി രൂപ അനുവദിക്കണം എന്നുള്ളതാണ്. നേരത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ബജറ്റ് അലോക്കേഷനുള്ള സമയത്ത് ഇത്തരത്തിൽ നിവാരണത്തെ നേരിടുന്നതിനായി കേരളത്തിന് പ്രത്യേക പരിഗണനകൾ നൽകിയിരുന്നില്ല. മഹാരാഷ്ട്രക്ക് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്കാണ് വലിയ പരിഗണന നൽകിയിരുന്നത്. എന്നാൽ തുടർച്ചയായി ഇത്തരത്തിലുള്ള ദുരന്തങ്ങളും പ്രളയങ്ങളും എല്ലാം ഉണ്ടാകുന്ന കേരളത്തിന് ആവശ്യമായിട്ടുള്ള പരിഗണന നൽകാൻ കേന്ദ്രം തയ്യാറായിട്ടില്ല എന്നുള്ള പരാതി സ്വാഭാവികമായും സംസ്ഥാനത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അടിയന്തര പുനർനിർമ്മാണത്തിനായി 2000 കോടി രൂപ അനുവദിക്കണം എന്നുള്ള ആവശ്യമായിരിക്കും ഇന്ന് പ്രധാനമന്ത്രിക്ക് മുൻപാകെ വെക്കുന്നത്. ഈ മേഖല ഒന്നടങ്കം ചൂരൽമലയും അതോടൊപ്പം തന്നെ അനുബന്ധ മേപ്പാടി പഞ്ചായത്തിലെ ആ ഭാഗങ്ങളെല്ലാം തന്നെയും തകർന്ന് തരിപ്പണമായി അവിടെ ഒരു മരുഭൂമിയുടെ സ്ഥിതിയിലാണ് ഇപ്പോൾ ഉള്ളത്. അതെല്ലാം പുനർനിർമ്മിക്കേണ്ടതുണ്ട്. ഈ അടിയന്തര പുനർനിർമ്മാണത്തിനും അതോടൊപ്പം തന്നെ ഈ മേഖലയിലെ ചെളിയും മണ്ണുകളും അടിഞ്ഞ പാറക്കൂട്ടങ്ങളും എല്ലാം നീക്കം ചെയ്യുന്നതിനായിട്ടുള്ള ക്ലീനിങ്ങും ഈ രണ്ട് കാര്യങ്ങളും അതോടൊപ്പം തന്നെ ഇവരുടെ താൽക്കാലികമായിട്ടുള്ള പുനരധിവാസം, കാരണം ഈ ക്യാമ്പിൽ വളരെ
ദിവസങ്ങളായി കഴിയുകയാണ്. അവർക്ക് പുനരധിവാസനം നടത്തേണ്ടതുണ്ട്. ഈ 3 കാര്യങ്ങൾക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത്. അതിൽ കേന്ദ്രത്തിൻ്റെ സഹായം ആവശ്യമായി വരുന്നത് ഈ അടിയന്തരമായി പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും അതോടൊപ്പം തന്നെ ഈ വലിയ ഒരു മേഖല ക്ലീനിങ് നടത്തുന്നതിനാവശ്യമായിട്ടുള്ള സഹായമാണ്. ഇതാണ് സംസ്ഥാനം പ്രധാനമായും ആവശ്യപ്പെടുക. അതോടൊപ്പം തന്നെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നതുൾപ്പെടെയുള്ള കേരളത്തിൻ്റെ ആവശ്യങ്ങളും പ്രധാനമന്ത്രിക്ക് മുൻപാകെ അവതരിപ്പിക്കും. ഇന്നലെ ദില്ലിയിൽ നിന്നുള്ള ഉന്നതതല സംഘം, കേന്ദ്ര സംഘം കൽപ്പറ്റയിൽ എത്തുകയും ഈ ഉരുൾപൊട്ടൽ ബാധിത മേഖലകളിൽ സന്ദർശനം നടത്തി വിശദമായ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് വലിയ ഒരു ദുരന്തമാണ് എന്നുള്ള വിലയിരുത്തലിലേക്ക് തന്നെയാണ് ഈ കേന്ദ്ര സംഘം എത്തിയിട്ടുള്ളത്. സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങളും അല്ലെങ്കിൽ സംസ്ഥാനത്തിൻ്റെ ഈ ദുരന്തത്തെ സംബന്ധിക്കുന്ന കണ്ടെത്തലുകളുമെല്ലാം തന്നെ കേന്ദ്രത്തെ ധരിപ്പിക്കാൻ ഇന്നലെ മന്ത്രിമാർക്കുൾപ്പെടെ കഴിയുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കേരളം ഈ പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തെ കാണുന്നത്. വലിയ സംസ്ഥാനം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നായ ഈ മണ്ണിടിച്ച് ഈ ഒരു ഉരുൾപൊട്ടൽ ദുരന്തം, അതിന് കേന്ദ്രത്തിൻ്റെ സഹായമുണ്ടെങ്കിൽ മാത്രമേ ഒരു പഴയ നിലയിലേക്ക് ഈ മേഖലയെ കൊണ്ടുപോകാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനത്തെ കേരളം കാണുന്നത്. പ്രിയ, തീർച്ചയായും സന്തോഷാണ് കൽപ്പറ്റയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന ഇടത്ത് നിന്നാണ് സന്തോഷ് വിവരങ്ങൾ നൽകിയത്. പറഞ്ഞതുപോലെ ഏറ്റവും പ്രതീക്ഷയോടെ നമ്മൾ ഒക്കെയും കാത്തിരിക്കുന്ന ചില കാര്യങ്ങൾ, പ്രതികരണങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നും കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം, കാത്തിരിക്കാം. ഈ വലിയൊരു ദുരന്തം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു, സംസ്ഥാനത്തുണ്ടായിരിക്കുന്നു. അതിനെ സംബന്ധിച്ച് ഉള്ള അവരുടെ സമീപനം എങ്ങനെ ആയിരിക്കും, ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണം എന്നുള്ളത്, അതിനൊപ്പം തന്നെ കൂടുതൽ തുക അനുവദിക്കണം എന്നുള്ള ആവശ്യങ്ങളൊക്കെയും മുൻപോട്ട് വെക്കുന്നുണ്ട് സംസ്ഥാനം. അതിനൊക്കെയും അനുകൂലമായൊരു തീരുമാനം, നിലപാടുണ്ടാകട്ടെ എന്ന് തന്നെ നമുക്ക് കരുതാൻ, പ്രതീക്ഷിക്കാം. ഇന്ന് അദ്ദേഹം പ്രധാനമന്ത്രി നേരിട്ട് ഈ കാര്യങ്ങളൊക്കെ കണ്ട് കാര്യങ്ങളൊക്കെ വിലയിരുത്തട്ടെ. അതിലൂടെ ഏതെല്ലാം രീതിയിൽ ഈ കാര്യങ്ങളിലൊക്കെ ഒരു സമീപനം ഉണ്ടാകും എന്ന് നമുക്ക് നോക്കി കാണേണ്ടതുണ്ട്.